ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ എം ബാക്ക് വിത്ത് അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത വീഡിയോ ആണ് സ്റ്റഡി വ്ളോഗ്സ്. പിന്നെ ഇതെൻ്റെ വീക്കെൻഡ് റുട്ടീൻ അങ്ങനെയും പറയാം കേട്ടോ. ഇത് ഞാനെൻ്റെ ശനി ഞായറും അങ്ങനെ മിക്സ് ചെയ്തെടുത്താണ്. ശനിയാഴ്ച ഞാൻ ഒരുപാട് പഠിച്ചിട്ടില്ല, ജസ്റ്റ് എൻ്റെ ടെസ്റ്റ് പേപ്പറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അത് തന്നെ ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു കേട്ടോ, ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞു. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് പഠിക്കായിരുന്നു. അപ്പോൾ സുവോളജി, അതായത് ഇപ്പോൾ ബയോളജി, സുവോളജി, ബോട്ടണി, ബയോളജി പഠിക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ തിയറി അരച്ച് കലക്കി പഠിക്കുന്നവരാണ് കൂടുതൽ പേരും. പക്ഷേ അതിൻ്റെ കൂടെ PYQ ചെയ്യാൻ മറക്കരുത്. ഞാനതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഗൈഡ് തുറന്ന് നോക്കുന്നത്. ഞാൻ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഞാൻ മിസ് ചെയ്ത വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൈഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് ഗൈഡ് തന്നെ വേണമെന്നില്ല, ക്ലാസ്സസ് കാണുകയാണെങ്കിലും ഇല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നുള്ള വെബ്സൈറ്റ്സ് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഓണം വെക്കേഷൻ്റെ സമയത്ത് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഓണം വെക്കേഷൻ്റെ സമയത്ത് ഞാൻ സ്റ്റഡി വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നും കൂടെ പറയാം. അതായത് ഒരു അറ്റ്ലീസ്റ്റ് 8 പേര് കമൻറ്റൊക്കെ ചെയ്താലാണ് നമ്മൾ സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഒരു ബ്രേക്കൊക്കെ എടുത്തു വീണ്ടും. അതായത് ഞാൻ ഒറ്റ സ്ലോട്ടിൽ പഠിക്കാറില്ല ഈ ഒരു അവധി ദിവസങ്ങളിൽ. അല്ലാതെ ഈ ഒരു സ്കൂൾ ഡേയ്സിലാണ് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ ബ്രേക്ക് എടുത്ത് അങ്ങനെയാണ് പഠിക്കാറ്. അല്ലെങ്കിൽ അത് വലിയ ബ്രേക്കായി പോകും. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഡിസ്ട്രാക്റ്റ് ആയിട്ട് പിന്നെ പഠിക്കാൻ വരുന്നത് രാത്രിയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും. പിന്നെ എനിക്ക് ശനിയാഴ്ച ആ ഒരു ദിവസം ഒട്ടും പഠിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ടെസ്റ്റ് പേപ്പറിന് കംപ്ലീറ്റും ചെയ്യണം. ഞായറാഴ്ച ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്, അതുകൊണ്ട് സമയം വളരെ കുറവാണ്. പഠിക്കാൻ തോന്നുന്നില്ല, പക്ഷെ പഠിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അപ്പുറത്ത് പോയിരുന്നു പഠിക്കുമായിരുന്നു. അവിടെ ആകുമ്പോൾ എനിക്ക് ആൻ്റെ ഇല്ല, അച്ഛമ്മയില്ല, ആരും ഇല്ല. എല്ലാവരും ഒരു സ്ഥലം വരെ പോയിക്കോണം. അതുകൊണ്ട് അവിടെ ഭയങ്കര നിശബ്ദമാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ടേബിളിൽ, സ്റ്റഡി സ്പേസിൽ, ഡൈനിങ് ടേബിളിലൊന്നും ഇരുന്ന് പഠിക്കാൻ തോന്നുന്നില്ല. ഇനി ഞാൻ അപ്പുറത്ത് പോയിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ ശാന്തമായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് അങ്ങനെ ആ ഒരു ചാപ്റ്റർ ശനിയാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞായറാഴ്ച നമ്മളൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്സാണ് നിങ്ങൾ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞാൻ സുവോളജി ഒന്നുകൂടി റിവിഷൻ ചെയ്തു. ഞങ്ങൾക്ക് ഫിസിക്സ് ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അത് ഞാൻ ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിച്ചപ്പോൾ തന്നെ. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് PYQ ഒക്കെ ചെയ്ത് സെറ്റാക്കി. ഞാൻ ഈ ഒരാഴ്ച നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞ ഒരു 4-5 ടെസ്റ്റ് പേപ്പറിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം ഒത്തിരി ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം ഞങ്ങൾക്ക് ഓണം എക്സാം ഇല്ലെങ്കിലും അതേപോലെ പോർഷൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, ആരൊക്കെയാണ് ഓണം വെക്കേഷന് പഠിക്കുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഭയങ്കര ഷോർട്ടായി പോയല്ലേ. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.